മേ കൊല്ലണ്ടൊക്കെ തല വെട്ടിയ ആളാട്ടോ. വാട്ട് ഇസ് ദിസ്? ഇത് കരടീൻ്റെ തോലാണോ? This is the hair of bear. ആണ്ടോ കരടീൻ്റെ ഇതാണ്ടോ ജി മോനെ എമ്മിത്തിനത് ആനക്കൊമ്പൊക്കെ ഒക്കെ പവർഫുള്ളാണ്. പവർഫുൾ ടീമാണ് ഇവർ. ഹായ് 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 ചങ്ങിമാരൊക്കെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ ഒച്ചത്തിലൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റണില്ല, വേറെ ഒന്നുമല്ല, ഞങ്ങളൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലാണല്ലോ അല്ലേ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് നേർരേഖയില, അതായത് ഈ സൈഡിൽ മ്യാൻമാർ, ഈ സൈഡിൽ നാഗാലാൻഡ് അല്ലേ, അതായത് ഇന്ത്യ. ഇത് മ്യാൻമാർ, ഇന്ത്യ. എന്തായാലും ഈ ഒരു വീടിൻ്റെ ഒരു രണ്ട് രാജ്യങ്ങൾ പങ്കിടുന്ന ഒരു വീടാണത്, ഒരു പാലസാണ്, ഒരു കൊട്ടാരമാണ് അല്ലേ. പിന്നെ വേറൊരു കാര്യം പറയണോ, രാജാവാട്ടാ നിൽക്കണേ. രാജാവാണ് നിൽക്കണേ. രാജാവ് ട്രഡീഷണൽ ഡ്രസ്സിൽ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് സാധാ പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരു രാജാവാണ്. രാജാവാണ് നിൽക്കുന്നത്. എന്താ പറയുക, നമുക്ക് പാലസിനകത്തേക്ക് കയറണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ താഴത്തെ സംഭവങ്ങളൊക്കെ നോക്കാം. ഇതിനൊരു മുഖത്തിൻ്റെ അല്ലേ മുഖംമൂടി അങ്ങനെ കൊത്തിയെടുത്ത സംഭവമാണ്. പിന്നെ ഇത് ഈ ഒരു പാലസ് നിർമ്മിച്ചിട്ട് അധിക കാലമൊന്നും ആയില്ല. ഇതിന് മുമ്പ് ഇവരുടെ ഓലയായിരുന്നു. ഇതിപ്പോൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു പാലസാണ്. മുമ്പ് ഫുള്ളായിട്ട് ഓലയായിരുന്നു. ഇതിപ്പോഴാണ് നിർമ്മിച്ചത്. രാജാവ് അതിലാതാ പോകുന്നത്. എന്നാലും നമ്മൾ നിന്ന വീട് കേട്ടോ, നമ്മൾ അവിടെയാണ് നിന്നത്. ഇതാ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കയറലൊക്കെ അങ്ങനെ ഇന്ത്യ മ്യാൻമാർ ബോർഡറിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഈ ഡോറ് നടച്ച മാറില്ല. കൊള്ളാലേ. അത് ഇതെന്താ, നായാണോ കടുവയാണോ അങ്ങനെ എന്തോന്നതിൻ്റെ ചിഹ്നമാണ്. പിന്നെ പക്ഷികൾ പറക്കുന്നുണ്ട്. പിന്നെ മേലെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരുപാട് മരത്തുമോ ഒക്കെ ഒറ്റത്തടിമേൽ അവർ ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലേ. പിന്നെ ഇതിലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഡൈനോസറെ പോലെ. ഇതവർക്ക് കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. കാട്ടിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ്. അതുകൊണ്ടോ അവരിട്ട് വെടിവെച്ചിട്ടൊക്കെ ഉണ്ടേ, വെടിയുണ്ട കയറിയതാണത്. അതായത് ഇത് അവർ വേട്ടയാടാൻ പോയപ്പോൾ കാട്ടിൽ കണ്ടത് ആരോ നിർമ്മിച്ചതാണ് കാട്ടിൽ അല്ലേ. പിന്നെ അതിന് ഒരു ഇങ്ങനത്തെ ഒരു മുഖം കൊടുത്തു, അങ്ങനെയൊക്കെയാണ്. കൊള്ളാം. ഇനി കയറല്ലേ. പിന്നെ ഇവിടെ രണ്ടാളുണ്ട്. ഇത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊണിയാക്കാണല്ലോ, അതായത് ഹെഡ് ഹണ്ടിങ്ങിൻ്റെ ഒരു ആളുകളാണ് ഇവർ. ഹെഡ് ഹണ്ടിങ് അതായത് തലവെട്ടൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇവരുടെ തലവെട്ടൽ നടന്നത് 1999-ലാണ്. 1999 ഇവർ മറ്റൊരു ട്രൈബിനെ പോയിട്ട് 70ഓളം തലകളാണ് അന്ന് വെട്ടിയിരുന്നത്. ഇപ്പോഴും തലവെട്ടുന്ന ആളുകൾ, അന്നത്തെ തല വെട്ടിയിരുന്ന ആ ഒരു ടീമിലുള്ള ആളുകൾ ഇപ്പോഴും ഈ ഒരു ഗ്രാമത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേക ബഹുമതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മുഖത്ത് ടാറ്റു അടിക്കും. അതുപോലെ തന്നെ അവരുടെ കഴുത്തിലേക്ക് ടാറ്റു വരും. അതൊക്കെ അവരുടെ തല വെട്ടുന്ന തലയുടെ എണ്ണം അനുസരിച്ച് ഇവിടെ ടാറ്റുയുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ പിന്നെ ഇവരുടെ എന്താ പറയുക, രാജ്ഞിയാണ് ഇവർക്ക് ഈ ഒരു ടാറ്റു ഒക്കെ അടിച്ചു കൊടുക്കുക. അത്തരത്തിലൊരാളെ കാണാൻ പറ്റുമെന്നാണെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. രാജാവ് നടക്കുന്നുണ്ടാവും ഈ സിമ്പിളായിട്ട് അല്ലേ, രാജാവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തല വെട്ടുന്ന ഒരു സീനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം നമുക്ക്. വീടിനകത്തേക്ക് ഇവിടെ എന്താ വെച്ചാൽ ചെരുപ്പിടാം. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. അതുണ്ടോ 2016-ലാണ് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ്ട രാജാവിൻ്റെ ഫോട്ടോ, രാജാവും രാജ്ഞിയും അല്ലേ. രണ്ടാളെ ഫോട്ടോ ആണ്. പിന്നെ ഇതിൽ ഒരുപാട് ഫോട്ടോസുകളുണ്ട് ഇവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലും. അതുപോലെ തന്നെ ഹോൺബിൽ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഇവിടുത്തെ പഴയ കൊട്ടാരത്തിൻ്റെ ഫോട്ടോ. ഉണ്ടോ ഓല മേഞ്ഞ് മരമൊക്കെ വിട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ പഴയ തന്നെയാണ്. പിന്നെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിർമ്മാണ സമയത്താണല്ലേ. ഇതിൻ്റെ നിർമ്മാണ സമയമാണ്. ആ സമയത്തെടുത്ത ഫോട്ടോ ഉണ്ട്. അതുണ്ടോ
ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ടാറ്റു ഉണ്ടോ? ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഏകദേശം നാല് തല വെട്ടിയ ആളാണ്. 1999 അന്ന് തല വെട്ടാൻ പോയതിൽ 4 തല വെട്ടിയിരുന്ന ഒരാളാണ് ഇദ്ദേഹം 2021 ഹോൺബിൽ ഫെസ്റ്റിവൽ ഫാദറായിട്ട് ഇദ്ദേഹത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നാണ് കൊണ്ടുപോയത്. പിന്നെ ഇത് രാജാവിൻ്റെ ചെറിയ ഫോട്ടോ, പഴയ ഫോട്ടോ ആണത്, ചെറുപ്പകാലം. പിന്നെ അതൊക്കെ പണി നടക്കുന്നുണ്ടോ? ഇതിൻ്റെ പണി നടക്കുന്നത് ആണ്ടോ? ഇതിൻ്റെ പണി ഏകദേശമൊക്കെ നടക്കുന്നത് അങ്ങനത്തെ ഫോട്ടോകളൊക്കെയാണ്. ഇത് ഇവരുടെ എന്താ പറയുക, ഇദ്ദേഹം മുത്തശ്ശനോ അല്ലെങ്കിൽ അച്ഛനാണോ ഡൗട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ട രാജാവുണ്ടല്ലോ, ഇവിടുത്തെ ഇപ്പോഴത്തെ രാജാവിന് 2 ഭാര്യമാരാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛന് 14 ഭാര്യമാരാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് 60ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. അതായത് അതിനിവിടെ ഇവർക്ക് തടസ്സം ഉണ്ടായിരുന്നില്ല, ഭാര്യമാരുടെ എണ്ണം കൂടുന്നത് പ്രശ്നമല്ല. പിന്നെ ഇവിടെ കാണുന്ന ഒരു സംഭവമാണിത്, ഒരു വലിയൊരു ഒറ്റത്തടി മരം. ഇതിൻ്റെ മുഖമൊക്കെ കണ്ടങ്ങ് മുഖമൊക്കെ ഒരു കൊത്തിയെടുത്ത് കടുവയുടെ ഒരു രൂപത്തിൽ കണ്ടോ, കടുവയുടെ രൂപത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ കട്ടിൽമ കിടത്തെന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് വെറുതുമ്പിലാവും കിടത്തുക. വിറയ്ക്കുന്നുണ്ട്, തണുപ്പുണ്ട്, ഇതിനകത്ത് തണുപ്പാണ്. രാജാവിൻ്റെ പേരെന്ന് പറയുന്നത് തൂനി ഒവാഹ് എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ നടുവ് കൂടെ ഒരു രാജ്യത്തിൻ്റെ 2 രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു വീടാണത്. വീടിൻ്റെ നടുവ് കൂടെ എന്ന് പറയുന്നത് അല്ലേ, അത് ഈ സൈഡ് മ്യാൻമാർ, ബർമ്മ, ഈ സൈഡ് ഇന്ത്യ. അപ്പോൾ ഈ സൈഡിൽ ഇവരുടെ ലോക്ട്രം ഇത് ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ ഇവരുടെ മുരിങ്ങിൽ, അല്ലെങ്കിൽ ഇവരുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഈ ഒരു സാധനം ഉണ്ടാവുക. ഈ ലോക്ട്രമിൻ്റെ പ്രത്യേകത എന്തൊക്കെ, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് അവരുടെ ഇതിലൊരു സാധനമുണ്ട്. എവിടെയാണ് ഇത് വെച്ചിട്ട് ഇതുമ്മ കുത്തിക്കഴിഞ്ഞാൽ പലതരം സൗണ്ടുകളാണ് വരിക. അതിലോരോ സൗണ്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് ഇവർക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ സൗണ്ടുകൾ ഇവർക്ക് കേട്ടാൽ മനസ്സിലാവും. അതായത് അപായ സൂചനയുണ്ട്, അതുപോലെ തന്നെ പിന്നെ വിജയാഹ്ലാദത്തിൻ്റെ സൂചനയുണ്ട്. അങ്ങനെ ഒരുപാട് സൗണ്ടുകളാണ് അവരിതിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുക. അത് നമ്മൾക്ക് അറിയില്ല. പിന്നെന്താ വെച്ചാൽ നമ്മൾക്ക് ആ സൗണ്ട് കേട്ടാൽ മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലാവും. പിന്നെ ഇതൊന്നും വല്ലാതൊന്നും ഇതുമ്മിലൊന്നും അടിച്ചിട്ടൊന്നുമില്ല അല്ലേ, ഇതുമ്മിലൊന്നും കാട്ടിയില്ല. പക്ഷേങ്കിലും ഒറ്റ തടിയാണിത്, എന്നാ വെയിറ്റുള്ള സാധനമാണ്, ഒറ്റ തടിയായിട്ട് കിടക്കല്ലേ. ഇതിൻ്റെ തല എന്ന് പറയുന്നത് പാമ്പാ, പുലി. പിന്നെ ഇതിൻ്റെ ഈ കടുവയുടെ മുഖം വരുന്നതിൽ ഒരു കാരണം എന്താ വെച്ചാൽ, അവർ ഈ രാജാവിനെ കടുവയായിട്ട് ആണ് അവർ ഇതാക്കിയിട്ടുള്ളത്. അതായത് കടുവയുടെ ബലമുള്ള ആൾ എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ ഒരുപാട് മിഥുൻ്റെ തലകൾ, മിഥുന്, കാട്ടുപോത്ത് തുടങ്ങിയവയുടെയൊക്കെ തലകൾ അതിനൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇനിയും തൂക്കാനുണ്ട് കേട്ടോ. കണ്ടജി എൻ്റെ മോനെ, സാധനം ടൈറ്റ് സാധനങ്ങളാട്ടോ. എന്തല്ലേ ഇത്, നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗത്ത് കിടക്കുന്ന സാധനങ്ങളാണിത്. ഈ കൊണിയാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ടൈറ്റ് ടീമാണ് ഇവർ ടൈറ്റ് ടീമാണ്. അതിൽ തന്നെ ഈ രാജാവിൻ്റെ പൂർവികർ, അതായത് ഇവരുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവർ വെരി ടൈറ്റാണ്. ലോങ് വാലിയുള്ള ടീംസ് ഭയങ്കര ടൈറ്റാണ്. അതാണ്ട് മാനാണ് അല്ലേ, കാട്ടുപോത്തുകൾ. ഇനി ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് അതിലെ മേലെ കൂടെ ആക്കണം ചെറിയ തലകൾ, അതൊക്കെ ഈ മാനുകളുടെ, അതുപോലെ തന്നെ പിന്നെ കാട്ടിലെ ആട്, കാട്ടാടിൻ്റെയൊക്കെയാണ്. കണ്ടാ, ഇതൊക്കെ കാട്ടാടിൻ്റെയാണ്, കണ്ടാൽ തന്നെ അറിയാം. ഇതാണ്ട് ജി മോനെ മിഥുനത് കൊമ്പ് എത്ര ഉണ്ടെങ്കിൽ അവൻ്റെ സൈസ് പിന്നെ പാമ്പൻ സൈസ് കാരണം. പിന്നെ ആനക്കൊമ്പൊക്കെ ഇതിനൊക്കെ കറുത്ത കളറായത് എങ്ങനെയാണ്, അടുക്കളയിലെ കൊണ്ടച്ചീന് പുക തട്ടിയതാണല്ലേ. പിന്നെ ഇവിടെ വലിയൊരു മിഥുന്
മോനത് ഇതാടാ എൻ്റെ കൈയൊന്ന് വിരിച്ച് നോക്കാം ഇതിൻ്റെ അടുത്തേക്ക്. എന്താ അവസ്ഥ അറിയാലോ. ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് മനസ്സിലാണെങ്കിലേ ബാ കൊള്ളാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിനേക്കാൾ സൈസിലൊരു കാട്ടുപോത്തിൻ്റെ തല വെക്കണ്. പിന്നെ അത് മറ്റേ എന്താ പറയുക കടുവയുടെ തേറ്റയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കണ്ടാലതൊരു പന്നിത്തേറ്റ പോലെയൊക്കെയാണ് അല്ലേ. കടുവയുടെ തേറ്റയാണെന്ന് പറയുന്നുണ്ട് അവർ. പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എണ്ണം തൂക്കാനുള്ള ഗ്യാപ്പുണ്ട്. ഞങ്ങൾക്കിത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മനസ്സിലായേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ നിന്നത് ആ വീട്ടിലാണ്. അപ്പോൾ ആ വീട്ടിലത്തെ താരം കൊണ്ട് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങോട്ട് വന്നായിരുന്നു. നമ്മളൊക്കെ അറിയാതാണ്. അപ്പോൾ മൂപ്പര് ഞങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ കുറച്ചൊക്കെ വെച്ച് മനസ്സിലായി. ആ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ശരിക്കും ഇംഗ്ലീഷൊക്കെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ വയ്ക്കുന്നതാണെങ്കിൽ ഒരു വിഷയമല്ല. പിന്നെ ഇത് ഇവരുടെ അതായത് വിജയാഹ്ലാദങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹെഡ് ഹണ്ടിങ് ഒക്കെ നടത്തി. ഹെഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവർ നിസ്സാര സംഭവമല്ല. ഒരു ചെറിയൊരു വിഷയം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോയി തല വെട്ടി പോരുക, അത്രേ ഉള്ളൂ. തല വെട്ടുക പോരുക. അല്ലാതെ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് റൂൾസോ അല്ലെങ്കിൽ മ്യാൻമാറിൻ്റെ റൂൾസോ അങ്ങനെ സംഭവമൊന്നുമില്ല. ഓരോ തല വെട്ടിന് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് വിജയിച്ച് വരുന്ന സമയത്ത് ഈ ഡ്രമ്മൊക്കെ ഇതൊക്കെ എടുത്ത് കൊട്ടും അല്ലേ. ഇതിനൊക്കെ നല്ല സൗണ്ട്. അത് ഇങ്ങനെ കാണുന്ന പോലെ ഒന്നും നല്ല സൗണ്ട് കയറാറുണ്ട്. അത് കൊട്ടാനുള്ള സാധനമാണിത്. ഉണ്ടാ ടൈറ്റാ. പിന്നെ ഇവിടുത്തെ തലകൊട്ടി പോലെ ആണോ ഇതിങ്ങനെ. അതായത് ഈ എത്രത്തോളം തലകൾ എടുത്തിട്ടുണ്ടോ. ഇപ്പോൾ കുക്കു ഇവിടുത്തെ ഒരു ഹണ്ടറാണ് കൂട്ടിപ്പോയി, ഒരു തലവെട്ടുകാരനാണ് കൂട്ടിപ്പോയി. കുക്കു ഇങ്ങനെ തലവെട്ടാൻ അവർ പോയപ്പോൾ കുക്കു ഒരു 4 തല വെട്ടി. അപ്പോൾ കുക്കുവിൻ്റെ കാര്യത്തിൽ 4 തലൻ്റെ ചിഹ്നം ഉണ്ടാവും. പിന്നെ അവൻ്റെ മുഖത്ത് ടാറ്റു ഉണ്ടാവും. പിന്നെ ഇവർ ചെവി കൂടെ ഒക്കെ ഓരോ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ടാവും. അങ്ങനെ അതാണ് പറയണത്. നമുക്ക് എതിർന്ന പോലെ കാണുന്ന പോലെയല്ല. ഇവർ സംഭവമാണ്. കുഞ്ഞാക്ക് വെരി പവർഫുൾ ടീമാണ് ഇവർ. പിന്നെ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടിയും പറയണം. അതായത് ഈ ഇത്രയധികം സാധനങ്ങൾ രാജാവ് പോയി വേട്ടയാടി കൊണ്ടുവന്നതല്ല. ഈ രാജാവിൻ്റെ കീഴിൽ ഏകദേശം 37ഓളം ഗ്രാമങ്ങളാണുള്ളത്. അതിൽ തന്നെ 4 എണ്ണം ഇന്ത്യയിലും 33 എണ്ണം ബർമയിലുമാണുള്ളത്. അപ്പോൾ ഈ ബർമയിൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരിക്കൽ 2 ദിവസം നടന്നാൽ ഇവരുടെ ഗ്രാമത്തിൻ്റെ ബർമയിലുള്ള അറ്റത്തേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇവരുടെ 2 ദിവസത്തെ നടത്തം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 100-120 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. കാരണം ഇവർ നോൺ സ്റ്റോപ്പ് നടക്കും. വേറെ സാധനം കാണിച്ചു തരാൻ പറഞ്ഞു. ഈ സാധനം ഉണ്ടല്ലോ, ഈ ചെയർ. ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ഹെലികോപ്റ്ററിൽ യൂസ് ചെയ്തിരുന്ന ചെയറാണ്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ തലയൊട്ടികളൊക്കെ കണ്ടല്ലോ നിങ്ങൾ, ഈ മൃഗങ്ങളുടെ. അപ്പോൾ ഇവർ ഇപ്പോൾ ഞാനിവിടുത്തെ ഒരു ട്രൈബാണ്, ഞാനിവിടുത്തെ ഒരു അംഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്രാമത്തിലെ ആൾ, ഞാനും കുക്കും നമ്മുടെ ടീമായിട്ട് ഞങ്ങൾ വേട്ടയ്ക്ക് പോയി തിരിച്ചു വന്ന് ഞങ്ങൾക്കപ്പോൾ ഒരു മിഥുനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മിഥുൻ്റെ തലയും കാലും അത് എന്തായിക്കോട്ടെ, മിഥുനായിക്കോട്ടെ, കാട്ടുപോത്തായിക്കോട്ടെ, അതുപോലെ തന്നെ മാനായിക്കോട്ടെ, ഇനി പുലിയായിക്കോട്ടെ, കരടിയായിക്കോട്ടെ, ആനയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ തലയും ഒരു കാലും അത് രാജാവിനുള്ളതാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതിന് തുടഭാഗം തന്നെ വേണ്ടി വരും ചിലപ്പോൾ, കാലെന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെയാണ് ഇത്രയധികം തലകൾ ഇവിടെ കാണുന്നത്. അവിടെ ഒരു മേലെ വേറൊരു ഐറ്റം സാധനം കാണുന്നുണ്ട്. അതെന്താണെന്ന് ശരിക്കും ഇവിടെ നോക്കിയിട്ട് തന്നെ മനസ്സിലാവില്ല. അത് കൊമ്പില്ലാത്ത മാന അല്ലേ, കൊമ്പില്ലാത്ത മാനാണോ? അതിൻ്റെ അത് ശരിക്കും ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അങ്ങനെ കിട്ടുന്ന തലകളാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 37ഓളം ഗ്രാമങ്ങളുണ്ടെന്ന്. ഈ ഗ്രാമത്തിലെ ഈ ഗ്രാമങ്ങളെല്ലാം എല്ലാ വർഷവും 10% കപ്പം രാജാവിന് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം നിങ്ങൾ ആദ്യത്തെ ശമ്പളത്തിൻ്റെ പകുതി നിങ്ങൾ കമ്പായിട്ട് കൊടുക്കണം. അങ്ങനത്തെ ഒരു നിയമം കൂടിയുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ വാമൊഴിയാണ്. അല്ലാതെ ഇവർ ഇത് എഴുതി വെച്ച് എന്താ പറയുക നിയമമാക്കിയിട്ട് ഒരു ലിഖിതമാക്കി അതൊരു നിയമമാക്കി കൊണ്ടുനടക്കുന്ന ഇല്ല. അതായത് വാമൊഴിയാണ്. അതായത് അച്ഛൻ മകനോട് പറയുന്ന അങ്ങനെയുള്ളൊരു സംഭവമാണുള്ളത്. കൊട്ടാരം അതിനകത്തേക്ക് കയറലൊക്കെ
നമ്മൾ ഇതുവഴി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നത് ഒരു കിച്ചണിലേക്കാണ്. അവിടെ രാജാവ് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ കിച്ചണിൽ ഒരു രാജ്ഞി ഈ ഒരു കിച്ചണിലുണ്ട്. രാജ്ഞിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ വരാം. രാജ്ഞിമാരെന്ന് പറയണം, കാരണം മുത്തശ്ശന് 60ഓളം ഭാര്യമാരുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മക്കളില്ല. അപ്പോൾ ഇതിൽ ആ രാജാവാകുക അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണിത് അല്ലേ. ആഭരണങ്ങളാണ് ഇവരുടെ ട്രഡീഷണൽ ആഭരണങ്ങൾ. പിന്നെ മുഖംമൂടികൾ ഇതൊക്കെ സെയിൽ ചെയ്യട്ടോ. ഇത് 30 ഉറുപ്പ്യ ഉള്ളൂ ഇതിന്. 300 ഉറുപ്പ്യ 30 300 ഉറുപ്പ്യക്ക് ഇത് കൊണ്ടുപോകാം. ഒരു കിലോ മണി ഉണ്ടാവുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ തല വെട്ടുന്ന ആളുകൾക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും. ഇതിലും കൂടുതൽ വെട്ടിഞ്ഞുണ്ടാവും. ഇതിൽ കൂടുതൽ കിട്ടുന്ന കൂടുതലുണ്ടാവും. അവർക്ക് എന്താ പറയുക, പ്രത്യേക ബഹുമാനം, അതുപോലെ തന്നെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷമൊക്കെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മുൻഗണന അവർക്ക് കിട്ടും. പിന്നെ എന്താ അവരുടെ വാളുകൾ, ഒരു വാളൊന്നും ഊരിയൊക്കെ വെറുതെ വെല്ല ഒരു കേട്ടോ. ഓല അല്ലെങ്കിൽ തന്നെ തല വെട്ടാൻ വേണ്ടി കരുതി നിൽക്കുകയാണ്. പോരട്ടെ ഫുള്ള് പോരട്ടെ ഏട്ടാ മോനെ നോട്ടെ. കോളാട്ടാ ഭാഗ്യം കിട്ടിയില്ല. വാളെങ്കിൽ വാള് ഓക്കെ ചാ. പിന്നെ ഇനിയിപ്പോൾ അവിടെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ കിച്ചൺ. നമ്മൾ ഇന്നലെ ഞങ്ങളിതിലൊക്കെ കയറി ഇറങ്ങി നടന്നതാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. ഒറ്റ അറിയില്ല, ഞങ്ങൾ ഇന്നലെ ഇതിലൊക്കെ നടന്നതല്ലേ അല്ലേ. പിന്നെ ഇവരെ കുട്ടികളെ ബാക്കിൽ വെച്ചാൽ കിട്ടുക. ഒക്കത്തെടുക്കൂല ബാക്കിൽ വെച്ചാണ്ട് അങ്ങനെ കെട്ടുക കേട്ടോ. അത് ഒക്കത്ത് വെക്കും. ചെറിയ കുട്ടികളെയാണ് ഇതേപോലെ കഴിയും. അത് ഇന്നലെ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, അതായത് അപ്പുറത്തെ ആളുകളോട്, നമ്മൾ നിന്ന വീടില്ല അവിടെ ചോദിച്ചപ്പോൾ ചെറിയ കുട്ടികളെ അവർ ഫ്രണ്ടിൽ വെക്കും. പിന്നെ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ഇവർ കൊണ്ടുപോയ പോലെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കണം. ഇവിടെ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇതാണ്ട തലയോട്ടി ചിലപ്പോൾ അത് പൊട്ടിച്ചാടിയാലേ. പിന്നെ ഇതിലൊക്കെ കണ്ട ചെറുത് ഇതെന്താ, ഇതൊക്കെ അതേപോലെ തന്നെയാണ്. ഇതൊക്കെ ഈ കിച്ചണിലാണുള്ളത് അല്ലേ. പിന്നെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ വേയാമ്പലിൻ്റെ തല. പിന്നെ മൂപ്പരാടെ അത്ര അടുത്ത് രാജാവ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് അങ്ങോട്ട് നീങ്ങുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് പുറത്ത് കറങ്ങാം അല്ലേ. ഇതൊക്കെ ഇവരുടെ പ്രതീക്ഷണ കൊട്ടയാണ്, സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരുപാട് റൂമുകളുണ്ട്. വലിയ വലിയ ഹാളുകളായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. മക്കളുണ്ട്. പിന്നെ രാജാവിനെ പരിചയപ്പെടുത്തുക പറഞ്ഞാൽ രാജാവിൻ്റെ ഭാഷ നമുക്കറിയില്ല. ഞങ്ങൾ സംസാരിച്ചിട്ടായിരുന്നു. അപ്പോൾ മൂപ്പരോടൊന്നും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാലും മനസ്സിലാവില്ല. മൂപ്പര് നമ്മളോട് പറഞ്ഞു പോയി കണ്ടോളി, കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെ ഇതൊക്കെ ഡൈനിങ് ടേബിളാവില്ലടാ, ഡൈനിങ് ടേബിളാണ് ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊട്ടാരത്തിലെ അല്ലെങ്കിൽ ഈ ഒരു പാലസിലെ കാഴ്ച. ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു രാജ്യമാവാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഇവർ 37 വില്ലേജുകൾ അത് ഭരിക്കുന്ന ഒരു രാജാവാണ്. ഇവിടെ ഇന്ത്യയുടെ നിയമമോ അല്ലെങ്കിൽ മ്യാൻമാറിൻ്റെ നിയമമൊന്നും വില പോവില്ല. ഇവർക്ക് ആർക്കും ചുങ്കം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഗവൺമെൻറ്റും ടാക്സ് ഒന്നുമില്ല. ഇവർക്ക് ടാക്സ് ഒന്നുമില്ല. ഞാൻ ഇന്നലെ ആ ചേച്ചി അവിടെ നമ്മൾ ഇന്ന് ചേച്ചിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യത്ത് സിറ്റിസനാവും എന്ന്. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ത്യൻസാണ്, ഞങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു മ്യാൻമാർ സൈഡിലുള്ള ആളുകളൊക്കെ അപ്പോൾ ഏതിലാണ് പെടുക, അവർ മ്യാൻമാറിലോ അതോ ഇന്ത്യയിലോ? അല്ല, അവർ ഇന്ത്യയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇന്ത്യയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഇന്ത്യയാണ്. ഇവിടെ ഉണ്ട്, ഇവിടുത്തെ കുട്ടികളൊക്കെ വന്ന് കളിക്കുവാണ്, മണ്ണ് നിറച്ചിട്ട് കുപ്പിയിട്ട് കളിച്ച അല്ലേ. ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇതിൽ കാണുന്ന സിനിമ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കളി നമ്മളും ചെയ്യലുണ്ട് ഇതേ. അപ്പോൾ അങ്ങനെയാണ് കൊട്ടാരത്തിൻ്റെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവർക്കൊരു ഇപ്പോൾ ആദ്യത്തെ രാജാവിന് 60ഓളം ഭാര്യമാരുണ്ടായിരുന്നെന്ന്. ഈ 60ഓളം ഭാര്യമാരുണ്ടാകുമ്പോൾ അതിലിപ്പോൾ ഏകദേശം അത്യാവശ്യം മക്കളും ഉണ്ടാവും. ഇപ്പോൾ 60ഓളം ഭാര്യമാരുണ്ടെങ്കിൽ അത്യാവശ്യം മക്കളും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആർക്കും അപ്പോൾ രാജഭരണം കൊടുക്കുക?
ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 60ഓളം രാജ്ഞിമാരുണ്ടെങ്കിലും അതിൽ മെയിനായിട്ടൊരു രാജ്ഞി ഉണ്ടാവും, ഒരേ ഒരു രാജ്ഞി. ആ രാജ്ഞിയിലുണ്ടാവുന്ന മകനായിരിക്കും അടുത്ത കിരീടാവകാശം അല്ലേ? അങ്ങനെയാണ് അതിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ള മക്കളൊക്കെ രാജാവിൻ്റെ മക്കളാണ്, രാജ്ഞിമാരും ആണല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പോംവഴിയായിട്ട് ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് മറ്റൊരു സ്ഥലം കൊടുക്കും. അതായത് മറ്റു സ്ഥലത്തേക്ക് അവർക്ക് പോയിട്ട് അവിടെ വില്ലേജ് വെച്ച് അവർക്ക് കുറച്ച് അവരുടെ കൂടെ ആളുകളും ഉണ്ടാവും, അവർക്കൊരു വില്ലേജ് ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ രാജാവായിട്ട് അവർക്ക് വാഴാം. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെന്ന് വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ 2 കല്ലറയുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഫാദർതും അതുപോലെ തന്നെ ഫാദർതും അങ്ങനെ 2 രാജാക്കന്മാരുടേതാണ് ഈ 2 കല്ലറ എന്ന് പറയുന്നത് അല്ലേ? ഞാൻ ഈ രാജാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ഇപ്പോൾ ഇവിടേക്ക് ഉണ്ടാക്കിയായിരിക്കും. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മ്യാൻമാറിൻ്റെ അക്കാണും മാമലയൊന്നും ഇന്നലെ പറഞ്ഞ പോലെ നമ്മളതല്ല. ഉപ്പ് വലപ്പം കളി കൂടി കുട്ടികളെ ഈ കുപ്പി അതിന് നിൽക്കണ കുപ്പിയല്ല, വല്ലട്ടാ സംഭവം തോൽക്കലിയാണല്ലോ ഉക്കോ. അവനെ ഓള് ഭയങ്കര നേക്കാണ് കണ്ടത്, ഓള് വെല്ല ഇങ്ങനെ മറിച്ചാണ്. അതേപോലെ കളി ശ്രദ്ധിക്കാൻ അമ്പാനെ ശ്രദ്ധിക്കമ്പാനെ. ജയിച്ചു എല്ലാരും കുപ്പിയിലും മണ്ണറച്ച് എല്ലാരും പേര് കളിയില്ല. ഇതിപ്പോ ഒരു വലിയ സംഭവമാക്കി എടുത്തേക്കണ്. വെള്ളമാണ് നമ്മൾ വെച്ചിരുന്ന വെക്കല് അല്ലേ? അങ്ങനെ ബർമ്മ, ഇന്ത്യ, ഇതൊക്കെ ഇന്ത്യക്കാരാണ്. നമ്മളുടെ വീട്, നമ്മളുടെ വണ്ടി ഉണ്ട് അവിടെ. വണ്ടി എടുക്കുക, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എവിടെ കുട്ടി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഗതിച്ച് ചിലപ്പോൾ വീണ്ടും കളിച്ചാനിരുന്നു. ഓനിക്ക് ഈ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത മോണിലൊന്ന് കയറണം അല്ലേ? പിന്നെ ഇവർ തല വെട്ടുന്ന തലയോട്ടികളുണ്ടല്ലോ, അതിവിടെ മോണിലും അതുപോലെ തന്നെ പിന്നെ ഒരു വില്ലേജിലൂടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മളുടെ കൂടെ ഒരാളില്ലാതെ നമ്മൾക്ക് ഇവരുടെ ഭാഷ അറിയില്ല, മൊത്തത്തിൽ സീനാണ്. അപ്പോൾ അതെ, നമുക്കറിയില്ല, ഒന്നിലേറെ വഴി അറിയാത്തൊരു കേസാണുള്ളത്. ഇവർ ഭയങ്കര വെൽക്കമിങ് ആണ്. അതായത് നമ്മളെ നല്ല രീതിയിൽ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റും. ഇപ്പം ഇന്നലെ ഞങ്ങൾ ഈ വീടിനകത്ത് കയറി, ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മ്യാൻമാറിൽ കുക്ക് ചെയ്ത നമ്മൾ പോയിട്ട് കിടന്നുറങ്ങിയത് ഇന്ത്യയിലാണ്. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ ആ കാര്യത്തിൽ ആളുകൾ വളരെ ഡീസൻ്റ്. അപ്പോൾ ഈ കാണുന്ന മക്കളൊക്കെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ പെൺകുട്ടികളുടെ അല്ലേ, പെൺകുട്ടികളാണ് ഇവിടെ കൂടുതലായിട്ട്, ആൺകുട്ടികൾ കുറവാണ്. നമ്മളെവിടെ പോയത്, ഇവിടുത്തെ ഒരു വില്ലേജിൽ ഏതിൽ പോയി നോക്കിയാലും പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച അതാണ്. പെൺകുട്ടികൾ ധാരാളമായിട്ടുണ്ട്, പക്ഷേ ആൺകുട്ടികൾ അത്ര അധികം ഇല്ല എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെ പെൺകുട്ടികളാണ്. അതിൽ ആകെ 2-3 ആൺകുട്ടികളാണ് ഉള്ളത്, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. എന്താ നമ്മൾ അങ്ങനെ നമ്മുടെ യാത്രയിൽ 3ാമത്തെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരെ, നമ്മുടെ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന 3ാമത്തെ രാജ്യത്തിൻ്റെ അടുത്ത് വരെ നമ്മൾ വന്നു. അതിൽ നമ്മൾ ചൈന, ബംഗ്ലാദേശ്, 3ാമത്തെ അല്ല 4ാമത്തെ ഭൂട്ടാൻ അല്ലേ? ഭൂട്ടാൻ ഞങ്ങൾ മറന്നുപോയി. ഫസ്റ്റ് ഭൂട്ടാനാണ് പോയത്, ഭൂട്ടാൻ. പിന്നെ ഇപ്പോൾ ബർമ്മ അല്ലേ? ഇനി ഞങ്ങൾ ഇവിടെ നൈസായിട്ട് തെറിക്കുവാണ്. അവർക്ക് എന്തോ ഒന്ന് ചെറിയൊരു മീറ്റിംഗ് അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കണം. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് കരുതിയിരുന്നു, പക്ഷെ കാണുന്നില്ല. നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ തന്നെ ഫുള്ളായിട്ട് നിൽക്കണം അല്ലേ? നോക്കട്ടെ. രാജാവ് ബിസിയാണ് മക്കളെ, നമുക്കൊരു ഫോട്ടോ പോലും കിട്ടാൻ സാധ്യതയല്ല. ഏതായാലും ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്, കിട്ടുകയാണെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഇവരുടെ ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ഫോട്ടോത്തിലേക്ക് കണ്ടില്ല, ഓല കൊണ്ടാണ് ഇത് മേഞ്ഞിരുന്നത് എന്നൊക്കെ, മരം ഓലയായിരുന്നു. അപ്പോൾ ഈ ഒരു കൊട്ടാരം എല്ലാ 5 വർഷം കൂടുമ്പോഴും ഓരോ വില്ലേജിലെ ആളുകൾ വന്നിട്ട് ഇതിൻ്റെ ഓലയും മരം മുളയൊക്കെ മാറ്റാണെങ്കിൽ അതൊക്കെ മാറ്റുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഓരോ വില്ലേജിന് വന്ന് അവരത് പുതുക്കി പണിയുമായിരുന്നു.
ഇത്തരത്തിലാക്കിയപ്പോൾ ആ ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് സീറ്റാക്കിയപ്പോഴേ അതുപോലെ തന്നെ നല്ല ടൈറ്റ് വെൽഡിങ് കമ്പിയൊക്കെ കൊടുത്ത് വൺ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചങ്ങന്മാരെ ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടെ ഇന്ന് രാജാവിനും അവരുടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ നിന്ന വീട്ടുകാരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു. അതുപോലെ തന്നെ കൊട്ടാരത്തിനോട് യാത്ര പറഞ്ഞു അല്ലേ. മുന്നിൽ മ്യാൻമാർ, ബർമേന്റെ ഇന്ത്യന്റെ നടുവിലൂടെ പോകുന്ന ഈ ഒരു വഴി ഇതങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വന്ന സൈഡിലേക്ക് തന്നെ മോണിലേക്ക് നമ്മള് മോണം എടുത്തില്ല. പിന്നെ ഇവിടെ കുട്ടികളുടെ എന്തോ ഒരു ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. കുട്ടിയല്ലേ അത് കണ്ടിരുന്നു ഞങ്ങൾ കുറച്ചേരം. അതൊരു താളം കിട്ടണില്ല. ഓലെ ഒരു ഇതിൽ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. തുടക്കമാണ് അല്ലേ, തുടങ്ങണുള്ളൂ. ബൈ ബൈ ബൈ. ഇവര് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആളുകൾ ഭയങ്കര വെൽക്കമിങ് ആണ്, നല്ല മനുഷ്യരാണെന്നുള്ള ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഇപ്പൊ അടുത്ത ഗ്രാമം ഈ ഗ്രാമവും തമ്മിൽ ഇപ്പൊ ഞങ്ങൾ ആ ഹണ്ടിങ്ങിന്റെ തല വെട്ടുന്ന കേസ് പറഞ്ഞില്ലേ, അതായത് ഈ ഗ്രാമവും ലോങ്വേൻ അതുപോലെ തന്നെ മോൺ വില്ലേജും ഒരു തമ്മിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെയും പോയി തല വെട്ടും. തമ്മിലും പെട്ടുപോലെ ഇവർക്ക് അങ്ങനെ മറ്റു ട്രൈബലിന് ആവണമെന്നൊന്നുമില്ല. വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് വർത്താനൊന്നുമില്ല, തലവെട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അവസാനം നടന്ന 1999. അപ്പൊ വലിയ ദൂരമൊന്നുമില്ലല്ലോ 1999 പറയണേ. എന്നെ വ്യൂല് ഇവിടെ അടിപൊളി വ്യൂ, അതിമനോഹരമായ വ്യൂ. രാത്രിയില് കൊടും തണുപ്പ് അല്ലേ, രാത്രി നല്ല തണുപ്പ്, രാത്രി നല്ല തണുപ്പാ. ഇവിടുത്തെ ഞാൻ പറയില്ലേ, പെൺകുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത്. അവരാണെങ്കിലും ഇപ്പൊ ഇവിടുത്തെ ചെക്കന്മാരായാലും മുതിർന്നവരായാലും ഒക്കെ വളരെ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ അല്ലേ ഒരു വേറെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണെന്നുള്ളൊരു ഇതോട് കൂടിയിട്ടല്ല. അവരെ വീട്ടിൽ കൂടെ നമുക്ക് കയറാം. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ ഈ കത്തിയാക്കണ് ഇതുപോലത്തെ സാധനം കൊണ്ടേ കയറാം പൊട്ടിച്ച ഞാൻ പ്രാവണല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഒരു ഗ്രാമത്തിനോട് ഞങ്ങൾ വിട പറഞ്ഞു. നമ്മൾക്ക് ഇവിടെ കാണേണ്ട കുറച്ച് സംഭവമൊക്കെ ഉണ്ട് ചങ്ങന്മാരെ. നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലേലും വേണ്ടില്ല, നിങ്ങൾ ആരെയൊക്കെ ലാംഗ്വേജ് അറിയുന്ന ആളുകൾ, അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വെച്ചാൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങോട്ടേക്കൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ട്രൈബിന്റെ പ്രത്യേകതര കാഴ്ചകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തൊരു കേടാണ്. എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇവിടുത്തെ ചെറിയൊരു ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു പറഞ്ഞ നമുക്ക് മനസ്സിലാവും, നമ്മള് പറഞ്ഞ ഇതിലെ പോയി കഴിഞ്ഞാൽ മ്യാൻമാറിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ വേണ്ടി പറ്റും. മ്യാൻമാറിൽ സ്കൂളുണ്ട് ഇവർക്ക്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നമ്മള് റിട്ടേൺ തിരിഞ്ഞു പോവാണല്ലോ അല്ലെ. ഒരു ദിവസം ഇവിടെ കിടന്നുറങ്ങി, യാതൊരുവിധ പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ വേറെ സംഭവം ഉണ്ടായി. ഇന്നലെ അല്ല, എന്താ പോലീസുകാര് ഇവിടെ എന്താ പോലീസ് പട്ടാളം അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനത്തെ സംഭവം ആവശ്യമില്ല ഇവിടെ. ഇവിടെ രാജാവ് പറയണതാണ്. രാജാവ് പറയണ അപ്പുറത്തേക്ക് എന്തില്ല. അതെ, അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. രാജാവ് പറയാണ് ഇങ്ങനെ 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 എന്നാ അങ്ങനെ 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 അപ്പനെയാണ് രാജാവിന്റെ വാക്കില്ല. അതെ, എതിർവാക്ക് എന്ന് പറയണ സംഭവമല്ല. ഇവിടെ പൊരിങ്ങുകളൊന്നുമില്ല. ഇതൊക്കെ ഇവരുടെ വീടുകളാണ് അല്ലേ. എന്നാ വീട്ടിലെ ഇതൊക്കെ ഇവരുടെ വീടുകളാടാ. ഇതാക്കണ് ഇദ്ദേഹം ഒരു എന്താ ഹെഡ് ഹണ്ടർ ആയിരിക്കും. ആണ്ടാ എന്താ പറയും, ഫോട്ടോ ഇറങ്ങി ചെല്ലാനോ അറിയണ്ട നമ്മളോട്. നമസ്കാരം. ഇതേ ഒരു തല വെട്ടുന്ന ആളാണ്. അപ്പൊ കാണിച്ചു തരുന്നത്. ഇത് ഒരിക്കലും വലിയൊരു അഭിമാനമുള്ള സംഭവമാണ്. എത്ര 5 അഞ്ചെണ്ണോ? അതെ, 5 തലയുണ്ട്. 1 2 3 4 5. ഇതുണ്ടോ? പിന്നെ അദ്ദേഹത്തിന്റെ ചെവിയിലുള്ള ഈ ഒരു സംഭവം കണ്ടോ നിങ്ങള്? അത് ഇവരുടെ കയ്യിലുള്ള ആയുധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അവരത് ഉപയോഗിക്കും. അതെടുത്താണ്ട് എത്ര വയസ്സായെന്ന് അറിയില്ല ആൾക്ക്. ആളെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ കൈമ കണ്ട ഒരു വളയൊക്കെ കെട്ടിയിട്ട്
Agi patatayo. ഇവരുടെ എന്താ പറയാ ഇവരുടെ ചെറുപ്പപ്രായത്തിൽ അതായത് യുവാക്കളായി നിൽക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരുപാട് പെൺപിള്ളേർ ചുറ്റുന്നതാണ്. ഇവർക്ക് പെൺപിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ ചെവിൻ്റെ ഇവിടെ ഉണ്ടോ Ai khom hala to ra psa kap. ഇവരുടെ ഒരു Kam chan bu khom kan tai pu. പിന്നെ മുഖത്ത് ടാറ്റു അടിച്ചിട്ടുണ്ട്. ആ ടാറ്റു അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റിലും ഉണ്ടാവും അല്ലേ? അവിടെ ഉണ്ടാവും, ജസ്റ്റിലും ഉണ്ടാവും. പിന്നെ ഇതൊക്കെ എന്താണ്, ഇത് എന്തിൻ്റെയൊക്കെ പല്ല് നഖം അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കഴുത്തിൽ മാലയുണ്ട്. കൊല്ലണ്ടൊക്കെ തല വെട്ടിയ ആളാട്ടോ. മറ്റു ഗ്രാമത്തിൽ പോയിട്ട് തല വെട്ടി വന്ന ഒരാളാണ്. വളരെ ബഹുമാനമാണ് ഇദ്ദേഹത്തോടൊക്കെ ഇവിടുത്തെ ആളുകൾക്ക്. നമ്മളോട് ബഹുമാനത്തോടാണ് അതെ അതെ. ഞങ്ങള് പോകുന്ന പോക്കില് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് വാന്നുള്ള രീതിയാണ് ഇവര് പറഞ്ഞത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പോകുന്ന പോക്കില് ഒരാളെ കാണുന്ന നമുക്കുണ്ടായിരുന്നു. കണ്ടു. നാം आपका नाम? Mani ne. Beli pe. Dala king. Nama saya itu kau ka. Naman dia tu je. Kampanye wang leo. Naman dia pa cha. Nyai wang. ദേവോൺ Kampanye ko. എന്താ അതാണ്. Ganga kopu mong bu nyai wang sung ah. നമുക്കൊന്നും മനസ്സിലാവണല്ലോ. ഇവിടെ ആളുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഭയ്യ ദാദാക്ക ഗർ കിതറേ? ഉദർ. മേലെയാണ് വീട് അല്ലേ? ആക്കണ് ദേവം വേറെ ഹണ്ടറാണ്. ഇങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ, നമുക്ക് മാറി കൊടുക്കാം. മുപ്പര് ഇങ്ങോട്ട് വരുവാണ്. Take video or photo as much as you can and please give some small amount of okay because they are going to die. Okay, no problem. Even some few days are remaining to okay. Head hunters? yeah they are head hunters only, no, that's why they are having tattoos. Age gang lao bi ngui khang phali ya ko aga to poi ta nga poi ta ga bai long le ja ge ta so ho ni do yo a di yo 90 96 or 97 wow 97 വയസ്സ് 96 വയസ്സ് അവിടെ ഉണ്ട്. എത്ര ആളുണ്ടെന്ന്? he killed 5 according to the numbers they kill. That's why they are using this one. 5 yeah. Okay. അഞ്ചെണ്ണം അവർ അഞ്ചെണ്ണം എടുത്ത ആളുകളാണ് നിൽക്കുന്നത്. 5 പേരെ തലയെടുത്ത ആള്. 10 കൊലപാതകം ചെയ്ത ആളുകളാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ. 10 കൊലപാതകം ചെയ്ത ആളുകൾ. എൻ്റെ മക്കളെ കാണുങ്ങൾ ഈ ഒരു കാഴ്ച അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. And every Morong has one king. Deputy king. അതായത് ഓരോ ചെറിയ വില്ലേജിലും അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളിലും അവർക്കൊരു കിങ് ഉണ്ടാവും അല്ലേ? ഒരു കിങ്ങിൻ്റെ വീടാണത്. നമ്മൾ പോയിരുന്നത് മറ്റേ അവരുടെ പ്രധാന കിങ്ങിൻ്റെ വീടാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. ക്യാ ഭയ്യ? This is white bull. It is a white bull. White bull. പിന്നെ ഇതുണ്ടോ തൂവല്? വാട്ട് ഇസ് ദിസ്? ഇത് കരടീൻ്റെ തോലാണോ? This is the hair of the bear. ഉണ്ടോ കരടിൻ്റെ തോലാണിത്. കരടിൻ്റെ രോമാണ്. പിന്നെ അദ്ദേഹത്തിനൊന്നും feather. This is horn. ഹൊറൻ. ചെവിയിൽ ഇട്ടിട്ടുണ്ടേ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാവുക എന്താ അറിയോ? എവിടെയാണ് ഈ തലകൾ ഉള്ളതെന്നാണ്. ഈ തലകളൊക്കെ ഉള്ളത്
ഈ ഹെഡ് സ്കെൽറ്റൻ പ്ലേസ് അനദർ Is there? Up. But I cannot show now. ഓ ഓക്കെ. അതെന്താ വെച്ചാൽ ഇവർ കാണിക്കാൻ ഇവർക്ക് ഒരു പ്രയാസമുണ്ട്. കാരണം ഇവരതൊരു മ്യൂസിയം ആക്കി മാറ്റിയിട്ട് ഇവരൊരു മരത്തിൽ ഒരു ആലിൻ്റെ ചോട്ടിലാണ് ഇതൊക്കെ കൊണ്ട് വെക്കുന്നത്. അവിടെ കടന്നത് എന്താ പറയുക തലയോട്ടിയായിട്ട് മാറിയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അവിടെ പോകണ ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത് വീഡിയോ എടുക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞു. ഇവർക്ക് എന്താ പറഞ്ഞാൽ ഇവരൊരു വെള്ളം കൂടി എന്തെങ്കിലും കൊടുക്കണം, പ്രായമായ ആളുകളല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ തന്നെ എന്തെങ്കിലും വെള്ളം കൂടി കൊടുത്തിട്ട് പോവാം. ശരിയാണ്, പ്രായമായ ആളുകളാണ്, അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല അല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ തല വെട്ടിയ ആളുകളാണ് ഒരു പ്രായത്തിൽ ഇവരുടെ ഭയ്യ ലാസ്റ്റ് ഹെഡ് ഹണ്ടിങ് ഡേറ്റ് Last head hunting. ഡേറ്റ് ഇയർ It's so far it is. Exactly, I also don't know that. എക്സാക്ട് ഓക്കെ. ഓ എത്ര കറക്റ്റ് അറിയില്ല. ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. They are the last persons. Yeah. ലാസ്റ്റ് ആളുകളാണ് ഇവർ. No other than them. They are the last. ഓക്കെ ടീക്ക്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ വരെ കണ്ടില്ല എന്ന് പറയണ്ട, വരെയും കണ്ടില്ലേ. ഞങ്ങൾക്കിത് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് ആ പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേരുണ്ട്. ഒരു ടീമാവുമല്ലോ, ടീമായിട്ടാണല്ലോ പോവാ. ഇവർ ഈ കാണുന്ന ഇതിപ്പോൾ കുത്തി നടക്കാനുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്തിയില്ല. ആ കത്തി കൊണ്ടൊക്കെയാണ് അദ്ദേഹം സൈസാക്കുക ആളുകളുടെ തല എടുക്കുന്നത്. എന്താ പറയുക, ഇവരുടെ ഭാഷ നമുക്ക് അറിയില്ല, നമ്മുടെ ഭാഷ അവർക്കും അറിയില്ല. എന്തായാലും ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നടക്കുന്നത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്താണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേങ്കിൽ ആ നിയമമൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവരിപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ചോദ്യം പറച്ചലൊന്നുമില്ല, അല്ലാതെ മദ്യം പറയലൊന്നുമില്ല. ഇവരുടെ ഇവിടെ ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല പറയണത്. ഹോൺബിൽ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോയത് 25 വർഷമായിട്ടുള്ളൂ. 25 വർഷം. അങ്ങനെയാണ് ഇത് 2025. അങ്ങനെ 2000-ലൊക്കെ ആവാനാണ് സാധ്യത. 2000 വർഷത്തിലാവും ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ 1999 പരിപാടി നടന്നത്. ലാസ്റ്റ് നടന്ന ടീമാണിത്. അത് 20 വർഷം മുന്നേ ഇവരൊക്കെ സ്ട്രോങ് ആൾക്കാരെ കാരപ്പോൾ. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോഴും ഒരാവശ്യം വന്നാൽ ഇറങ്ങാൻ ഒരു തയ്യാറാണ്. നമ്മളിപ്പോൾ പോരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അവർ ഇറങ്ങുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് ശേഷം ഇവരുടെ ഒരു ഒരുമ വരുന്നത്, അത് 2021 ഇവിടെ നമ്മുടെ പ്രൊട്ടക്ഷൻ ടീമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ഒരു 15 പേരോ മറ്റേ ഇവിടെ ഈ ഒരു വില്ലേജിലെ ആളുകൾ മരണപ്പെട്ടായിരുന്നു. കൊല്ലപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലപ്പെട്ടു, അതായത് ആർമിയുടെ അറ്റാക്ക് മൂലം കൊല്ലപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് 2021 ഹോൺബിൽ ഫെസ്റ്റിവൽ നടന്നിട്ടില്ല. എല്ലാ ട്രൈബും അതിനെ അനുകൂലിച്ച് എല്ലാവരും ഫെസ്റ്റിവൽ വേണ്ടെന്ന് വെച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു ഫെസ്റ്റിവൽ കാരണം ഇവർക്കിടയിൽ ഒരു ഒത്തൊരുമ വന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ പോലും ഇവർ ഫുൾ ടൈം ജാഗരൂകരാണ്. നമ്മൾ ഇന്നലെ അവിടെ കിടന്നപ്പോൾ തന്നെ ഒരു പറഞ്ഞു, ഇവിടെ കിടക്കണ്ട, ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് കിടന്നോളി. കാരണം ഏത് നിമിഷം ഇവർ വന്ന് തലയും കൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ ഈ 2 തലയിൽ പെടാതെ വെക്കാനാവാം. അങ്ങനെ പറഞ്ഞു. ഏതായാലും ആ ചേച്ചിൻ്റെ നല്ല മനസ്സ്. കാരണം ഇവിടുത്തെ കഥകൾ കേട്ട് നമ്മളിവിടെ കിടന്നുറങ്ങുകയാണെങ്കിലല്ല, കഥകൾ മനസ്സിലാക്കി കിടന്നുറങ്ങുകയാണല്ലോ, വല്ലാത്തൊരു വൈബായി. കാരണം നമ്മൾ ഏത് നിമിഷം നടക്കാൻ പറയാൻ പറ്റില്ല. ഒരു വിഷയം ഉണ്ടായാൽ മതി, ആ വിഷയത്തിന് ഇവർക്ക് ചോദ്യം പറച്ചില്ല, വെട്ടാണ്, എടുക്കാണ്. പറഞ്ഞത് തന്നെ പറയണ്ടല്ലേ ഞാൻ, എന്നാലും ഇത് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് അല്ലേ, പോവാ. പിന്നെ ഇവിടെ മ്യാൻമാറിന്റെ ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഓപ്പിയമിന്റെ കൃഷി കാണാൻ വേണ്ടി പറ്റും, അതായത് കറുപ്പിന്റെ കൃഷി. പക്ഷേങ്കിൽ അവിടേക്ക് കുറച്ച് ദൂരം നടന്ന് പോകാണ്ടെന്ന് ഇന്നലെ തന്നെ നമ്മളെ നിൽക്കണ അവിടുത്തെ ആ ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതും തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അതും തന്നെ ഒരാള് നമ്മുടെ കൂടെ വഴി അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ പോക്കടക്കുള്ളൂ. അങ്ങോട്ട് ചിലപ്പോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകും, ഇങ്ങോട്ട് ചിലപ്പോ അങ്ങോട്ട് പോരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പണിയാവും. അല്ലെങ്കിൽ ഇവിടെ രാത്രി തണുപ്പൊക്കെയാണ്.
അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങിയോണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ആളുകളെ, ഈ തലവെട്ടികളെ കാണണമെങ്കിൽ അവര് പറഞ്ഞ പോലെ ഒരു ചായക്കായി അവർ ചോദിക്കണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാട്ടോ. അവര് മിനിമം ഇത്രയൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ളതെന്ന് കൊടുത്തു തന്നെ ഉള്ളൂ. അതുപോലെ എല്ലാവരും ഇഷ്ടമുള്ള കൊടുക്കുക. അത് അവർ ചോദിക്കുന്നുണ്ട്, അവരെന്തായാലും ചോദിക്കുന്നുണ്ട് അത് അല്ലെ. പിന്നെ ചോദിക്കണ്ടത് അവര് പ്രായ ആൾക്കാരാണ്. വെൽക്കം ടു പൊംചിങ്. പൊംചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരാണ്ട വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മുളയൊക്കെ കൊണ്ടുവന്ന് തയ്യാറാക്കുന്ന ഒരു കാഴ്ചയാണ്. റിപ്പയറിങ് ആണല്ലേ. ഓല ഉണ്ടോ? ഓല സെറ്റായി മുള ഓല അല്ലേ. വീടുകളുടെ ഈ ഒരു ഓലക്കെ നല്ല കനമുണ്ട്. അത് നല്ല അടുക്കിയാണ് ഉണ്ടാവും. പറ്റ അടുക്കി വെച്ചിട്ടുണ്ട്, നല്ല അടുക്കി ഉണ്ടാക്കുന്നത്. ഷീറ്റ് കൊണ്ടൊക്കെ കുറവാണ്. ഇത് പുതിയൊരു ഓലുള്ള വീടാണ്. മൂലോടിന്റെ ഭാരം കണ്ടത് എന്റെ മേലെ മുടഞ്ഞാട്ടെ. അങ്ങോട്ട് മുടഞ്ഞാട്ടെ. അത് പഴയതാണ്. ഇത് കൊറേ കാലം നിൽക്കുന്നു കൊണ്ടിട്ട് പറ്റ അതിലും പഴയതാണ്. അതെ. വിറക് ശേഖരണം, വിറക് കൊണ്ടുപോവാണ്. രാത്രി തണുപ്പാണേ, കത്തിക്കണ്ടേ. കത്തിച്ചിട്ടില്ലെങ്കിൽ പണി അത്ര തണുപ്പാ അവിടെ. നമ്മള് പോകുന്ന വഴിക്ക് ഇന്നലെ കണ്ടിരുന്ന ഒരു പുഴയാണ്. ഈ പുഴയിൽ നിന്നൊന്ന് നീരാടി എന്നിട്ട് പോവാമെന്ന് കരുതി അല്ലെ. ഇവിടെ എവിടെയൊക്കെ വണ്ടി നിർത്തിയാലേ ഉഷാറായിട്ട് വണ്ടി ഒന്ന് കഴുകുക. വണ്ടി വള്ളത്തിൽ കൂടെ ഇറക്കി എടുത്താലോ അല്ലെ. ഇറക്കിയാലോ? ഇറക്കാം. ഓക്കെ, അവിടേക്ക് എടുത്താലോ? കുറച്ച് അവിടെ എടുക്കുക. അവിടെ അല്ല, വണ്ടിനെ പറഞ്ഞിട്ട് കഴുകിയിട്ട് പോവാം. പോകുമ്പോ അതാ വരുന്നു. നീ വണ്ടിൻ്റെ ഉള്ളും പുറവും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. നമ്മുടെ മാറ്റാണ്, പക്ഷെ അത് കഴുകുന്നില്ല. അത് കഴുകി കഴിഞ്ഞാൽ അപ്പോൾ ഉണങ്ങി കിട്ടൂല. പക്ഷേങ്കിൽ പുറമൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, തുടച്ചെടുത്തിട്ടുണ്ട്. ഏട്ടാണ്ട് അപ്പോൾ കണ്ട, അപ്പോൾ വണ്ടിൻ്റെ ലുക്ക് തന്നെ മാറി. ഇത്രയും നല്ല കളറുള്ള വണ്ടിയാണ് നമ്മളെ വണ്ടി. പക്ഷേങ്കിൽ എന്തപ്പോൾ കാട്ടുന്നത്, പൊടിയും ചളിയായിട്ട് മേൽഭാഗം ഏറെക്കുറേയൊക്കെ കയ്യെത്താൻ ദൂരമൊക്കെ എടുത്തു. കുക്കുണ്ടായിരുന്നു അവിടെ കുളിക്കണേ. എന്തായാവോ കുളിയില, നല്ല കുളിയില്ല. നല്ല കുളിച്ചുകൊണ്ടിരിക്കണേക്കെ. ഞാൻ തന്നെ പോയി കുളിക്കട്ടെ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇറങ്ങാം. അപ്പോൾ കുളിയാണ് കഴിഞ്ഞു. ചോറാകുമ്പോട്ടെ. ഇന്നത്തെ കൂട്ടാൻ തന്നെ കേട്ടോ, വേറെ എന്തുമില്ല. മുട്ടയും അതിക്ക് ഉള്ളിയും തക്കാളിയും കിഴങ്ങ് കറി മതിയോ? മതി. ചോറും കൂടി എടുത്ത് തിന്നാലേ സംഭവം എന്താ വെച്ചാല്, കുളി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് അല്ലേ. പക്ഷെങ്കിൽ കുളിക്കാന്ന് പറഞ്ഞാൽ മക്കളെ, ഇത് മറ്റേ എന്താ പറയാ, ഐസും വെള്ളത്തിൽ പോയി ചാടണ മാതിരിയാ. മേത്ത് കൂടെ വെള്ളം വെച്ചപ്പോ അങ്ങനെ ആക്കുക. കാലൊക്കെ നിന്നിട്ടില്ലേ? ഇല്ലേ, ഇത് കുറച്ചും കൂടി ഉള്ളു. ഇത് അങ്ങനെ കിട്ടാറാ തിന്നൂലേ? ഓക്കെ. അതായത് കുളി കഴിഞ്ഞു, നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മളങ്ങനെ ഇനി സണാരി ലക്ഷ്യം വെച്ച് വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 10-70 കിലോമീറ്റർ ഒക്കെ ഉള്ളു. പക്ഷേ നമുക്ക് ആ ഒറ്റയടിക്ക് ചീറിപ്പാഞ്ഞ് പോകാൻ പറ്റിയ റോഡൊന്നല്ലല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ പോയി നോക്കാം. പോകുന്ന വഴിക്ക് ഇന്നലെ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് പരമാവധി അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടേക്കാരും പോവാ. വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വല്ലതും കാണുകയാണെങ്കിൽ, മറ്റു വല്ല ഗ്രാമങ്ങളിലും കയറുവാണെങ്കിൽ അതൊക്കെ നോക്കാൻ പറ്റും. സമയമില്ല ചങ്ങന്മാരവർക്ക്. പിന്നെ താല്പര്യ കക്ഷികളല്ല അവര്. ഗണ്ണാണ് അവരുടെ കയ്യില്. ഗണ്ണ് ഒരുണ്ട മതി.
ആ പൂമ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ അച്ഛന്റെ പൂമ്പിലിട്ട് അച്ഛനായി. അങ്ങനെ നമ്മൾ വീണ്ടും മോളിലേക്ക് എത്തിയിട്ടുണ്ട്. വിസിറ്റ് ചെയ്യുന്ന കൊടുത്തുനാടെ മോളിൽ ഇന്ന് ഏകദേശം കടകളൊക്കെ ഓപ്പൺ ആണല്ലോ. ഇന്ന് നോക്കണം അല്ലേ? ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു. മോൺ വില്ലേജ്. വെൽക്കം ടു മോൺ വില്ലേജ്. മോൺ വില്ലേജിക്ക് ഒന്ന് കയറി നോക്കാം. എന്താ അവസ്ഥ അറിയാം. റോഡ് മോശാട്ടോ. റോഡ് പരമ മോശമാണെങ്കിൽ നമ്മള് പതികച്ചിരിക്കും. റോഡില്ലേ ഇല്ല പറഞ്ഞത്. അയ്യോ, വീടുകളൊക്കെ തന്നെ അവസ്ഥ. റോഡ് ഇല്ലടാ മോനെ. പോക്ക് പോവാണെങ്കിൽ എപ്പോഴാണ് എത്തുക? ഇതിന്റെ തല അട്ടിട്ടിക്കണ ഞങ്ങന്മാരെ എന്താ അതില്ല. ഓ ഇതിന്റെ ഒക്കെ ഒരു ഇതുണ്ട് മേൽക്കൂരന്റെ മേൽക്കൂര എല്ലാവരും വൈക്കോലിട്ടതേ. എത്ര ഇതിന്റെ കനം? ഒരു 1.5 അടി ഉണ്ടാവും അല്ലേ? 1.5 അടി കനത്തിലാണ് അത്. ഇത്ര ഉണ്ടാവും. ഇത്ര കനത്തിലാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്തേ. ലാസ്റ്റ് ആ സൈഡ് ഫുള്ള് മിഥുന്റെ തല വെച്ചിക്കണ കണ്ട. ഈ സൈഡ് ഈ കാണുന്ന ഫുള്ളായിട്ട് മിഥുന്റെ തലയാണ്. മിഥുനല്ല, കാട്ടുപോത്തിന്റെ തലയാണ് കംപ്ലീറ്റ് ആയിട്ട്. എത്ര കാട്ടുപോത്ത ഇവിടെയൊക്കെ ഇവര് തിന്നതില്ലേ. പിന്നെ Wow, that's amazing. പിള്ളേര് നമുക്കൊരു കായിക സംഭവം തന്നെയാണ് മോൺ വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ എവിടെയോ എന്താ പറയുന്നത്, ഇവരാ തലയോട്ടികളുണ്ടല്ലോ, തലയുണ്ടല്ലോ, തല അറുത്തിട്ട് ഇവർ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവരൊരു എന്താ പറയുക, ഒരു കല്ല് നിർത്തിയിട്ട് ആ കല്ലുമ്മലാണ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാറ്. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ അവർ ഈ പറഞ്ഞ ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇതിനെ മാറ്റുന്നത്. ആദ്യം ഇവർ ഓരോരുത്തർ കൊണ്ടുവരുന്ന സാധനം അവിടെ എന്നിട്ട് എണ്ണ കിടക്കും അല്ലേ, അങ്ങനെയൊക്കെയാണ്. പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ പറ്റുന്ന കരുതി. ഇനിയിപ്പോൾ അങ്ങോട്ട് റോഡ് മോശം തന്നെയാണ്. ഇതൊക്കെ മോൺ വില്ലേജ് തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം കേട്ടോ. Take care, bye. Bye. What is your names? Name? Chatwa. You? Ungao. Lungam. Yes. You? Manku. Yagan. Chibua. Chibua. Wow. Okay, thank you. Bye. Vishnu Raj. അങ്ങനെ ഞങ്ങളിപ്പോ ഏകദേശം ഇങ്ങനെ താഴെ എത്താറായി. ഇനിയും ഉണ്ട്, ഒരുപാട് ദൂരം പോകാണ്ട്. പകുതി പോകുന്നു. ഇനി പകുതി പോകാണ്ട്. ചങ്ങന്മാരപ്പോ താങ്ക് യു. വിസിറ്റ് അഗൈനായി. നല്ല മിഥുന്റെ തലേന്റെ പണി വരച്ച് വെച്ചിരിക്കണം. ഞങ്ങളങ്ങനെ ആസാമിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ആസാമ് ചാടി. ആസാമിൽ ചാടി. അവരുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അവർ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ആസാമിൽ കയറി പറയാം അല്ലെ. ഇന്നും തന്നെ രാത്രിയിൽ കുറച്ച് നേരത്തെ ഓട്ടം കേട്ടോ. അത് നമ്മൾ നാളെ ഫുഡ് അയച്ച സ്ഥലമാണ്. ഇതാണ് ആ വീടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. അടുത്തൊന്നും കാണൂല, ഇരുടായി. ഇവിടെ സൂര്യൻ അസ്തമിച്ചു പോയി. ഇപ്പോൾ സമയം 4:56. സൂര്യന്റെ അതേ കളറ്, വണ്ടിന്റെ അതേ കളറ്, അതേ സെയിം ആണ്. സൂര്യനെ കാണുന്നുണ്ടേ, അതേ കളറ്. ആകാശത്ത് നോക്കിയാ വണ്ടിന്റെ കളറും അതുപോലെ തന്നെ ഡേറ്റ്. അങ്ങനെ രണ്ടും കൂടെ പോലീസ് ഡ്യൂട്ടിയാണ്. പോലീസുകാരാ ആരാലും കുഴപ്പമൊന്നുമില്ല. കയറിക്കട മോനെ ചെങ്ങന്മാരെ. അപ്പം നമ്മൾ ഇവിടുന്ന് പോയിരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, പാടം. ഇവിടെ നമ്മൾ 2 ദിവസം നിന്നതാണ്. 3-ാമത്തെ ദിവസം നിൽക്കാൻ വേണ്ടി പോവാണ്. ആ വയ്യ ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, കേരളത്തിൽ പോവാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ്. ഏതായാലും നമ്മൾ ഗുവാഹട്ടി സൈഡിലേക്ക് പോകാമല്ലോ. നമ്മൾ ഈ സൈഡിലേക്ക് ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഈ സൈഡിലേക്ക് വരണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇവിടെ എത്തി. ഇവിടെ ഞങ്ങൾ അരിയൊക്കെ ഇട്ട് ചോറ് അടുപ്പത്ത് വെക്കുകയാണ്. വെള്ളമുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.